ഗൈസ്, പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇതാ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫുൾ വീഡിയോ ആണ്. രാവിലെ തന്നെ എണീറ്റ് ചായയൊക്കെ കുടിച്ചു, നിസ്കാരമൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ബാൽക്കണിയിൽ വന്ന് നിന്നപ്പോൾ ഇതാണ് അവസ്ഥ ഉണ്ടായത്. ഫുൾ മഞ്ഞായിട്ടാണ് കണ്ടത്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം ഇവിടെ ഇരുന്ന് ഈ രാവിലത്തെ കാലാവസ്ഥയൊക്കെ അങ്ങനെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് പോയി മോൻ്റെ സ്കൂളിലേക്കുള്ള ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. പിന്നെ വീട്ടിലെ കിച്ചണിലെ ജോലികളൊക്കെ ചെയ്യലാണ്. ഇതിപ്പം അടിച്ചു വാരി തുടക്കലാണ്. അപ്പോൾ തുടക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. പിന്നെ നേരെ മേലെ പോയിട്ട് അലക്കാനുള്ളതൊക്കെ അലക്കി മേലയിൽ വർക്കേരിയിലാണ് അടുത്തുള്ള എല്ലാം വാഷിംഗ് മെഷീനും എല്ലാം ഉള്ളത്. അപ്പോൾ അവിടെ തന്നെ അലക്കിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ ആദ്യം അങ്ങനെ മുട്ടപ്പഴം ഉണ്ടായിരുന്നു. മുട്ടപ്പഴത്തിൻ്റെ ചെടിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്കറിയാമോ, മുട്ടപ്പഴം എന്നാണ് ഇതിന് പറയുക. അപ്പോൾ മുട്ടപ്പഴം ഇതുപോലെയാണ് ഉണ്ടാകുക. മുട്ടയുടെ മഞ്ഞയുടെ അതേ അവസ്ഥയാണ് ഉണ്ടാകുക. ഇതാണ് മുട്ടപ്പഴത്തിൻ്റെ മരം. നിങ്ങളെവിടെയൊക്കെ എന്തിനാണ് ഇതിൻ്റെ പേര് എന്നറിയില്ല. അപ്പോൾ നമ്മളിവിടെ കണ്ണൂരിൽ മുട്ടപ്പഴം എന്നാണ് പറയുക. ഇതാ പേരക്കയൊക്കെ ഉണ്ട്. പിന്നെ ഇതാ മടക്കി വെക്കാനുള്ള ഡ്രസ്സൊക്കെ മടക്കി വെച്ചു. പിന്നെ നേരെ കിച്ചണിൽ വന്നിട്ട് ഇതേപോലെ ഫ്രിഡ്ജ് ക്ലീനിങ് ആയിരുന്നു ഇനി അടുത്ത പരിപാടി. ഇത് ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റാണ്, അല്ലെങ്കിൽ ഫുൾ ക്ലീനേഡ് ആവും. പിന്നെ എന്തെല്ലോ ബാഡ് സ്മെല്ലെല്ലായിരിക്കും. ഇതുപോലെ ഞാൻ അലക്ക് കല്ലിൻ്റെ അടുത്ത് വന്നിട്ട് ഇതുപോലത്തേക്ക് കഴുകലാണ്. അലക്കലെല്ലാം വാഷിംഗ് മെഷീനിലാണ്, പക്ഷേ ഇങ്ങനെയെല്ലാം ഉള്ളതെല്ലാം കഴുകലെല്ലാം ഇവിടെ നിന്നും വന്നിട്ട് അങ്ങനെ കഴുകുക. അപ്പോൾ നല്ല ക്ലീനാവും. അല്ലെങ്കിൽ നമ്മൾ വർക്ക് ഏരിയയിൽ നിന്ന് ഫുള്ള് വെള്ളമായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ ഉമ്മ അതിൻ്റെ ഇടയിൽ നമ്മളെ പറമ്പിൻ്റെ ആ ഭാഗങ്ങളെല്ലാം മുറ്റടിച്ചിട്ട് വരുന്നുണ്ട്. എൻ്റെ മോനാണ് ഇപ്പോൾ ക്യാമറ ചെയ്യുന്നത്. പിന്നെ ഇതാ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഫുൾ നല്ല നീറ്റാക്കി വെച്ച് പുതിയ ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗം പോലെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്നറിയോ, കറുപ്പയില്ലേ, കറാമ്പട്ട, അത് ഒന്ന് ചിരണ്ടിയെടുക്കലാന്ന് ഇവിടെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മളെ സുൽത്താൻ നമ്മൾ വിളിക്കൽ. അപ്പോൾ കലിപ്പിലാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ താഴേക്ക് വന്നു. പിന്നെ പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് അധികം ഉണ്ടായിരുന്നു. അതൊക്കെ കഴുകിയെടുക്കലാണ്. പിന്നെ ഫുള്ള് ക്ലീനിങ് ഡേ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഞാൻ മുകളിലും അവിടെയൊക്കെ വന്ന് ഈ ആൾമാരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നല്ല നീറ്റാക്കി തുടച്ച് വെച്ച് ഡോറിൻ്റെ സൈഡെല്ലാം നല്ലോണം തുടച്ച് എടുക്കലാണ്. ഇതൊരു മാസത്തിലൊരിക്കലൊക്കെ ചെയ്യലുള്ളൂ. ഫ്രിഡ്ജെല്ലാം ആഴ്ചയിലും മറ്റേ ഡീപ്പ് ക്ലീനിങ് മാസത്തിലൊരിക്കലാണ് ചെയ്യാറുള്ളത്. ഇതേപോലെ ഇടയ്ക്കടിച്ച് വരുമ്പോൾ ജസ്റ്റ് തുടക്കൂ, അങ്ങനെ അല്ലാണ്ട് ഫുള്ളായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് മാസത്തിലൊരിക്കലാണ് ചെയ്യൽ. അപ്പോൾ അതുപോലെ ഊഞ്ഞാലും ഒക്കെ നല്ല നീറ്റാക്കി വെച്ചു. പിന്നെ ബാൽക്കണിയിലത്തെ ടൈൽസുമെല്ലാം നല്ല കിളികൾ വന്നിട്ട് നല്ല പണി തരുത്താണ്. എപ്പോഴും അത് കിളി വന്നിട്ട് ഇതാക്കല അപ്പിട്ടിട്ട് പോക്കാണ്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തെടുക്കലാണ്. പിന്നെ ഉമ്മ ചുമരെല്ലാം നല്ലോണം വൃത്തിയിൽ തേച്ച് തരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ രണ്ടാളും കൂടിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അടിച്ചു വരലും തുടക്കലും പാത്രം കഴുകലും ഞാൻ തന്നെ. ബാക്കി ഇതേപോലെ തുടക്കാൻ ക്ലീനിങ് അല്ലേ, മറ്റേ ചുമരൊക്കെ കഴുകലും അതെല്ലാം ഉമ്മയും കൂടിയിട്ടാണ് കഴുകൽ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തെ പരിപാടിയാണ്. ഉച്ചക്കത്തെ ചോറിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല. വൈകുന്നേരം പിന്നെ ചായയൊക്കെ കുടിച്ചു. പിന്നെ മക്കളെ പഠിപ്പിക്കൽ, അതിൻ്റെ ഇടയിൽ നിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്. പിന്നെ ചിക്കൻ പെരട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കിന്, അത് ഞാൻ ഒരിക്കൽ വീഡിയോയിലിടാം. പിന്നെ ചിക്കൻ ഫ്രൈയും ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. രാത്രിയിലത്തെ ഫുഡാണിത്. ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിന്. പിന്നെ ഒന്ന് വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഹസ്ബൻഡ് ഉണ്ടായിരുന്നല്ലോ നാട്ടിൽ. അപ്പോൾ ഇപ്പോൾ എറണാകുളത്താണ്. അപ്പോൾ എറണാകുളത്ത് നന്നായി ഒരാഴ്ച നിന്നിട്ടുണ്ടായിന്. അപ്പോൾ ആ സമയത്ത് വെറുതെ ഇങ്ങനെ നാളെ പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെറുതെ ഒന്ന് കറങ്ങാൻ വെച്ചിട്ട് നമ്മൾ എയർപോർട്ടിൽ വന്നിട്ട് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും വെറുതെ ഇങ്ങനെ കറങ്ങാണ്ട് വെച്ചിട്ട് മട്ടന്നൂർ എയർപോർട്ട് വന്നിട്ട് നമ്മളടുത്ത് തന്നെയാണ്, 4-5 കിലോമീറ്റർ ഉള്ളൂ. അങ്ങനെ വെറുതെ ഇങ്ങനെ കറങ്ങാൻ വന്നു. അങ്ങനെ ഇതാണ് നമ്മളെ മട്ടന്നൂരുള്ള കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അസ്സലാമു അലൈക്കും.